Okay, my dear students, let's continue with the scope of managerial economics with the seventh point, that is inventory management. A firm should always keep an ideal quantity of stock. If the stock is too much, the capital is unnecessarily locked up in inventories. At the same time, if the level of inventory is low, production will be interrupted due to non-availability of materials. Hence, a firm always prefers to have an optimum quantity of stock. Therefore, managerial economics will use inventory techniques such as ABC analysis and other inventory models with a view to minimize the inventory cost. അപ്പോൾ ഏഴാമത്തെ പോയിൻ്റായി പറയുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റും നമുക്ക് ഈ പറഞ്ഞ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഒരു സ്കോപ്പാണെന്നാണ് പറയുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റോക്ക് എന്നാണ് അർത്ഥം. അതായത് നമ്മളെപ്പോഴും നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും അല്ലേ. ആ സ്റ്റോക്ക് ഒരു ഐഡിയൽ മാനേജ്മെൻറ്റ് ആ സ്റ്റോക്കിന് വേണം. അതായത് ഒരിക്കലും ഒരുപാട് സ്റ്റോക്ക് ചെയ്യാനും പാടില്ല, ഒരുപാട് കുറച്ച് സ്റ്റോക്ക് ചെയ്യാനും പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കൂടുതലാവുകയും ചെയ്ത് കുറവാവുകയും ചെയ്യരുത്. കൂടുതലായി കഴിഞ്ഞാൽ എന്താണ്, അൺനെസസറി ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആവും ക്യാഷ് അല്ലേ. കുറവായി കഴിഞ്ഞാലോ അത് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ചെയ്യാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായും പറഞ്ഞു തരുന്നൊരു തിയറിയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഏഴാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. എട്ടാമത് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് തിയറി ഓഫ് ഗെയിംസ്. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമം റിസൾട്ട് കിട്ടുന്നത് എങ്ങനെ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നൊരു മാത്തമാറ്റിക്കൽ തിയറിയാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ ലീനിയർ പ്രോഗ്രാമിങ്ങും എല്ലാം നമ്മൾ ഈ മാനേജറിയൽ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫോർ ഗെറ്റിംഗ് മാക്സിമം ഔട്ട്പുട്ട്. ഓക്കെ, ഒൻപതാമത്തെ പോയിൻറ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. There are certain issues of macroeconomics which also form a part of managerial economics. These issues relate to general business, social and political environment in which a business enterprise operates. പിന്നെ നമുക്ക് എന്താണ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും ഇതേ പറഞ്ഞ മാനേജറിയൽ എക്കണോമിക്സിന് വരാൻ സാധ്യത ഉള്ളതാണ്. അതായത് നമ്മൾ എവിടെയെങ്കിലും പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ എൻവയോൺമെൻറ്റലി സ്യൂട്ടാവുന്ന രീതിയിൽ മാത്രമേ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, പൊല്യൂഷൻ പാടില്ല, നമ്മുടെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു ബിസിനസ് നമ്മൾ ഒരിക്കലും തുടങ്ങരുത്. ഓക്കെ, അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും മാനേജറിയൽ എക്കണോമിക്സിൽ വരും. സാധാരണ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് അതും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ബിസിനസ് സൈക്കിൾസ്, മാനേജറിയൽ എക്കണോമിക്സിൻ്റെ വേറൊരു സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് സൈക്കിൾസാണ്. ബിസിനസ് സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഒരു സൈക്ലിക് പ്രൊസീജിയറാണ് ബിസിനസ് അല്ലേ. ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ക്യാഷ് കൊണ്ട് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നു, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റ് വീണ്ടും ക്യാഷ് ആക്കുന്നു, ആ ക്യാഷ് കൊണ്ട് വീണ്ടും റോ മെറ്റീരിയൽസ് വാങ്ങുന്നു. അപ്പോൾ അതൊരു സൈക്ലിക് പ്രൊസീജിയറാണ് ബിസിനസ്സിൽ പ്രൊഡക്ഷൻ അല്ലേ. ഈ പ്രൊഡക്ഷൻ പോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓരോ സ്റ്റേജസ് ഉണ്ട്, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഓരോ സ്റ്റേജസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ബിസിനസ് സൈക്കിൾ. ഒരു പ്രോഡക്റ്റിൻ്റെ ജനനം മുതൽ ആ പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ബാൻ ചെയ്യുന്നവരുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന പേര് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളാണ്. ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാലോ ആ ബിസിനസ് തുടങ്ങുന്നത്, ബിസിനസ് പച്ച പിടിച്ച് ഇടയിൽ ഒരു മിഡ് സ്റ്റേജ് എത്തുന്നത്, പിന്നെ ഹയ്യസ്റ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സ്റ്റേജ്, പിന്നെ മെല്ലെ മെല്ലെ പ്രോഫിറ്റ് കുറയുന്ന ഒരു സ്റ്റേജ്, പിന്നെ നമുക്ക് തീരെ പ്രോഫിറ്റ് കിട്ടാത്തൊരു സ്റ്റേജ്, പിന്നെ പ്രോഫിറ്റ് നെഗറ്റീവ് ആവുന്നൊരു സ്റ്റേജ്. അതാണ് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ബിസിനസ് സൈക്കിളിലും നമ്മൾ വേറെ വേറെ ഡിസിഷൻസ് എപ്പോഴും എടുക്കണം. ഓക്കെ, അത് നമ്മുടെ ബിസിനസ്സിന് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ് സൈക്കിൾസും ഈ പറഞ്ഞ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഒരു സ്കോപ്പാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്. Strategic planning is now a new addition to the scope of business economics with the emergence of MNCs. MNCs പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ് വന്നതിന് ശേഷം പുതിയതായി മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പുകളിൽ വന്ന് ചേരപ്പെട്ട പുതിയൊരു പോയിൻ്റാണ് ഈ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. മാനേജറിയൽ എക്കണോമിക്സ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഇൻ വിച്ച് ലോങ് ടേം ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ്. Such long-term decisions have impact on the behavior of the firm. The firm sets certain long-term goals and objectives. Then it selects the strategies to achieve the same. It may be noted that
The integration of managerial economics and the strategic planning has give rise to a new area of study called കോപ്പറേറ്റീവ് എക്കണോമിക്സ്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, പ്ലാനിങ് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ, അല്ലേ? മാനേജറിയൽ എക്കണോമിക്സിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ തന്ത്രം, സൂത്രം എന്നൊക്കെ പറയും, അല്ലേ? എപ്പോഴും പ്ലാനിങ് മാത്രം പോരാ, തന്ത്രപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചും ഈ പറഞ്ഞ സ്ട്രാറ്റജിക് പ്ലാൻസ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഈ മാനേജീരിയൽ എക്കണോമിക്സിലും ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റ്സ്. ഓക്കെ.